കൊടുത്ത മൊഴി അനുസരിച്ച് 1 മാസമായി മദ്യം ഉപയോഗിക്കുമായിരുന്നു, മദ്യമല്ലാതെ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല എന്ന് അഫാൻ പോലീസിന് മൊഴി നൽകിയതായാണ് പോലീസ് പറയുന്നത്. ഇല്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. സാമ്പത്തിക പ്രശ്നം തന്നെയാണോ പറയുന്നത്? പറയാറായിട്ടില്ല. വിശദമായിട്ട് അന്വേഷിച്ചതിന് ശേഷം അറിയിക്കാം. ഇന്ന് കിട്ടുമോ പ്രതിയെ? ഇനി ഡിസ്ചാർജ് ആകാനുള്ള പ്രതിയെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് കിട്ടുവാണെങ്കിൽ അത് ചെയ്യും. ലഹരി ഉപയോഗത്തിന്റെ സാധ്യതകൾ അത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. മൊഴി സാമ്പത്തിക പ്രശ്നം എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയുള്ള മൊഴി ഹോസ്പിറ്റലൈസ്ഡ് ആണല്ലോ, അതുകൊണ്ട് മൊഴി അങ്ങനെ റെക്കോർഡ് എന്തായാലും പകല് തന്നെയാണ് ഒരു 10-നും. അതെ സമയമൊക്കെ തന്നെ 10 മണിക്കും 6 മണിക്കിടയ്ക്കാണ്. ആദ്യം ഉമ്മേനെ തന്നെയാണെന്നോ അല്ലെ? അതിന്റെ സീക്വൻസ് നമുക്ക് അന്വേഷിച്ചാൽ പറയാൻ പറ്റില്ല. അല്ല, അയാൾ അങ്ങനെ ഒരു വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ട് അത് വെരിഫൈ ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. അമൽ തേനമ്പറമ്പൻ കൂടി ഉണ്ട് നമ്മോടൊപ്പം. ചുരുളഴിയേണ്ടതുണ്ട്, എന്തിന് ഈ കൊല എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. 75 ലക്ഷം രൂപയുടെ കടബാധ്യത, ബന്ധുക്കൾ സഹായിക്കാത്തതിലുള്ള വൈരാഗ്യം, പെൺസുഹൃത്തുമായുള്ള വിവാഹ ബന്ധത്തിന് വന്ന തടസ്സം, ഈ ഘടകങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഇതുമായി ബന്ധപ്പെട്ട വിവരം. ഇത് തന്നെയോ എന്ന് പോലീസ് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ആരോഗ്യസ്ഥിതി മെച്ചമാവുകയാണ് എങ്കിൽ ഇന്ന് തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങും എന്ന് പോലീസും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അഫാന്റെ ഇടപാടുകളെക്കുറിച്ച് ഒക്കെ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു വ്യാഴാഴ്ചയാണ് സ്വർണം പണയം വെച്ച് ഈ പെൺസുഹൃത്തുമായി വെഞ്ഞാറമൂട് തന്നെയുള്ള ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ ചെന്ന് സ്വർണം പണയം വെച്ച് 90,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നത്. ഒരു 2-3 ദിവസങ്ങൾക്ക് മുമ്പ് 90,000 രൂപ പണയം എടുത്ത ഒരാൾക്കാണ് വീണ്ടും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതും അനിയന്റെ ഫീസ് കൊടുക്കണം എന്നും പറയുന്നത്. ഈ പറയുന്ന മദ്യപാനത്തിനടക്കം പണം ചെലവഴിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. SP ചില കാര്യങ്ങൾ വിട്ടു പറയുന്നില്ല എങ്കിലും നേരത്തെ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിവരം എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും പോലീസ് ആ വഴിക്ക് അന്വേഷണം നടത്തുന്നുണ്ട്. അമൽ വിവരങ്ങളുമായി. അമൽ, ഇപ്പോൾ പോലീസിൽ നിന്നും അതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിച്ചാൽ നമുക്ക് പ്രേക്ഷകരോട് എന്ത് പറയാം? ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയുടെ ഭാഗത്താണ്. ഇവിടേക്ക് മൃതദേഹങ്ങൾ 4 മൃതദേഹങ്ങൾ എത്തിച്ചു. ഇനി അവശേഷിക്കുന്നത് ഈ പറയുന്ന അഫാൻ്റെ സഹോദരൻ്റെ മൃതദേഹം മാത്രമാണ്. അത് അല്പസമയങ്ങൾക്കകം തന്നെ ഈ പറയുന്ന ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് മോർച്ചറിയിലേക്ക് എത്തിക്കും. ഇവരുടെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ നാട്ടുകാരുമെല്ലാമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണവും നടക്കുന്നുണ്ട്. ഈ അഫാനെ ഇവിടെയാണ് പ്രവേശിപ്പിച്ചിരുന്നത്. അഫാൻ എലിവിഷം കഴിച്ച് എന്ന് ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരികയായിരുന്നു. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല, വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് ഈ പറയുന്ന അന്വേഷണ സംഘം ഇവിടേക്ക് എത്തി അഫാൻ്റെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസിനോട് പറഞ്ഞതായി, ഡോക്ടറുടെ സാന്നിധ്യത്തിലാണ് മൊഴി രേഖപ്പെടുത്തൽ നടക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് എങ്കിൽ അഫാൻ കഴിഞ്ഞ 1 മാസമായി ലഹരി ഉപയോഗം അധികം കാലമായി തുടങ്ങിയതല്ല, കഴിഞ്ഞ 1 മാസമായി താൻ മദ്യപിക്കാറുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം അഫാൻ പോലീസിനോട് സമ്മതിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ലഹരികൾ ഒന്നും തന്നെ താൻ ഉപയോഗിച്ചിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നു. പോലീസ് ഇതൊന്നും പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല എങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങളാണ് അഫാൻ ഇപ്പോൾ പോലീസിനോട് പറയുന്നത്. ഇതോടൊപ്പം ഇവിടുന്ന് നൽകാൻ കഴിയുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് അഫാൻ്റെ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കാനായി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ മെഡിസിൻ അതോടൊപ്പം തന്നെ മാനസികാരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ആ സംഘത്തിലുണ്ടാകും. അവർ തീരുമാനിക്കുന്നതനുസരിച്ചാകും ഈ ഡിസ്ചാർജ് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമുണ്ടാകുക. അതോടൊപ്പം തന്നെ അഫാൻ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളൊരു പരിശോധനയും ഈ ഘട്ടത്തിൽ തന്നെ ഈ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്നതിന് മുൻപ് തന്നെ നടത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ വൈകുന്നേരം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സമയത്ത് ചികിത്സയോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഇവരുടെ നിർബന്ധത്തിന് വഴങ്ങി, ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർബന്ധത്തിന് വഴങ്ങി ചികിത്സയോട് സഹകരിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും അതേ സ്വഭാവം തന്നെയാണ് ഈ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിനുശേഷം പിന്നീട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യണമെങ്കിലും ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിനുള്ള ഒരു നിലയാണ് ഉള്ളത് എന്ന് ഈ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുമ്പോഴും പോലീസ് പക്ഷേ അങ്ങനെ തിടുക്കപ്പെട്ട് ഇവിടെ നിന്നും കൊണ്ടുപോകാൻ ഒരു നീക്കം നടത്തുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ കൊണ്ടുപോയാലും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. ഈ മറ്റ് 3 കൊലപാതകം നടന്നിട്ടുള്ള വീടുകളിലേക്കൊന്നും അങ്ങനെ വേഗത്തിൽ എത്തിക്കാൻ കഴിയില്ല. അത് അവിടെ ഇനിയിപ്പോൾ സംസ്കാര ചടങ്ങുകളടക്കം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് അങ്ങനെ എത്തിക്കാനാവില്ല. മാത്രമല്ല അവിടെ വലിയ ജനക്കൂട്ടവുമുണ്ട്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഫ്സാൻ അവിടെ തുടരുകയാണ്. അഫാനെ ഇന്ന് തന്നെ ഒരുപക്ഷെ ആരോഗ്യം മെച്ചപ്പെടുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇളയ സഹോദരൻ അഫ്സാന്റെ ഇൻക്വസ്റ്റ് നടപടികളും മറ്റും പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുള്ളതാണ് നമുക്കറിയുന്നത്.